യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് ഒരു മാസമാകുമ്പോഴും പകരം ചുമതല നൽകാത്തതിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. പകരം ചുമതല നൽകാൻ കഴിയാത്ത വിധം ദുർബലമാണോ യൂത്ത് കോൺഗ്രസ് നേതൃത്വം എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹ്സിൻ ഖാദിയോട് ഫേസ്ബുക്കിൽ കുറിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വികാരങ്ങൾ പ്രതിഫലിപ്പിക്കേണ്ട യുവജന സംഘടന നാഥനില്ലാതെ അനാഥമായിരിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗം. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഇടപെടുന്ന മനുഷ്യരെല്ലാം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിന് എതിരെയാണെന്നും, പക്ഷേ അവരുടെ വികാര വിചാരങ്ങൾ പ്രതിഫലിപ്പിക്കേണ്ട യുവജന സംഘടന നാഥനില്ലാതെ അനാഥമായിരിക്കുന്നുവെന്നും, ഭരണം പിടിക്കണം, മുഖ്യമന്ത്രിയും മന്ത്രിയുമാവണമെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജിവെച്ചതിന് ശേഷമാണ് ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം പുറത്തു വന്നതെന്നും, അതിനുശേഷം പിണറായി പോലീസിന്റെ ക്രൂരതയുടെ ദൃശ്യങ്ങളും വാർത്തയും നിരന്തരം ചർച്ചയായെന്നും, അതിനെതിരെ രൂക്ഷമായി സമരം ഉയർത്തേണ്ട യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനെ വെക്കാൻ കഴിയാത്തതെന്താണെന്നും അദ്ദേഹം ചോദിക്കുന്നു. യൂത്ത് കോൺഗ്രസ് നാഥനില്ല കളരിയാവുമ്പോൾ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. രാഹുലിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA, UDF കൺവീനർ അടൂർ പ്രകാശ് എന്നിവരെ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ രാഹുലിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് സതീശനെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്തിയ അവസ്ഥയിലാക്കിയിട്ടുണ്ട്. നിയമസഭയിൽ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് രാഹുലിനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകിയ സതീശൻ രാഹുൽ UDFന്റെ ഭാഗമല്ലെന്നാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ രാഹുലിന് നിയമസഭയിൽ പങ്കെടുക്കുന്നതിന് തടസ്സമില്ല എന്നാണ് സണ്ണി ജോസഫും അടൂർ പ്രകാശും വ്യക്തമാക്കിയ കാര്യം. പഴയ വിഭാഗക്കാരാണ് രാഹുലിന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്നവരിലുള്ളത്. ഷാഫി പറമ്പിൽ MP, PC വിഷ്ണുനാഥ് MLA, മുൻ KPCC അധ്യക്ഷൻ MM ഹസൻ എന്നിവരും പരസ്യമായി രാഹുലിന് പിന്തുണ നൽകിയവരിലുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ശക്തമായ എതിർപ്പ് തള്ളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ നിയമസഭയിലേക്ക് എത്തിയത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുന്നത്. രാഹുൽ എത്തിയപ്പോൾ ആരും പ്രതികരിച്ചില്ല. പ്രതിപക്ഷ നിരയിലെ അവസാന സീറ്റിലാണ് രാഹുൽ നിയമസഭയിലിരുന്നത്. CPM ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷം PV അൻവറിന് നൽകിയ സീറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് സ്പീക്കർ അനുവദിച്ചത്. സഭയിൽ UDF ബ്ലോക്ക് തീർന്നതിന് ശേഷം വരുന്ന അടുത്ത സീറ്റാണിത്. സഭയിലെത്തിയെങ്കിലും രാഹുലിന് സംസാരിക്കാൻ അനുവാദം ലഭിച്ചില്ല. പ്രതിപക്ഷ നിരയിൽ നിന്നും പുറത്താക്കി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. ശനിയാഴ്ച രാഹുൽ പാലക്കാട് മണ്ഡലത്തിലെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിന് പ്രതിപക്ഷ നിരയിൽ നിന്നും ഒരു കുറിപ്പ് ലഭിച്ചു. അതിനുള്ള മറുപടി എഴുതി നിയമസഭാ ജീവനക്കാരന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നാലെ രാഹുൽ നിയമസഭയിൽ നിന്ന് പുറത്തിറങ്ങുകയായിരുന്നു. എന്നാൽ ഏതു നേതാവാണ് അത് എഴുതിയതെന്നും എന്താണ് കുറിപ്പിൽ എന്ന കാര്യവും വ്യക്തമല്ല. പ്രതിപക്ഷ നിരയിൽ നിന്നെത്തിയ കുറിപ്പ് ഇന്നലെ തന്നെ ചർച്ചയായിട്ടുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിരുന്നു. എന്നാൽ ദീപാദാസ് മുൻഷി കൂടിക്കാഴ്ച അനുവദിച്ചിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയതടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ചർച്ചയാക്കുമെന്ന് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കി. യോഗത്തിൽ ഷാഫി പറമ്പിൽ MP പങ്കെടുക്കില്ല എന്നാണ് വിവരം.